വ്ളാഡിമിർ പുതിന്റെ 13,000 കോടിയുടെ കൊട്ടാരത്തിലെ വ്യോമ പ്രതിരോധം തകർത്ത ഉക്രൈൻ. റഷ്യൻ തുറമുഖത്തും ആക്രമണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന്റെ 13,000 കോടി വിലമതിക്കുന്ന കരിങ്കടൽ തീരത്തെ ആഡംബര ബംഗ്ലാവിനെ സംരക്ഷിച്ചുവന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉക്രൈൻ തകർത്തു. വ്യോമാക്രമണത്തിലൂടെയാണ് വസതിയുടെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച 2 കൂറ്റൻ S-400 മിസൈൽ വിക്ഷേപണികൾ ഉക്രൈൻ തരിപ്പണമാക്കിയത്. തെക്കൻ റഷ്യയിലെ ഗലൻഷിക്കിലുള്ള ബംഗ്ലാവിൽ നിന്ന് ഏതാണ്ട് 19 കിലോമീറ്റർ അകലെയാണ് ഇവയുണ്ടായിരുന്നത്. വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂസ് മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിധമാണ് രൂപകൽപ്പന. ഓഗസ്റ്റ് 8-ന് ഈ സംവിധാനത്തിൽ നിന്നും ഉക്രൈൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് 6 മിസൈലുകൾ തൊടുത്തതായി ഉക്രൈന്റെ ഡ്രോൺ സേനാ കമാൻഡർ മേജർ റോബർട്ട് ഡ്രോവ്ഡി അവകാശപ്പെട്ടു. ഇറ്റാലിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ബംഗ്ലാവ് പുതിന്റെ കൊട്ടാരമെന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് യുദ്ധമുറ സംവിധാനങ്ങൾ ഉൾപ്പെടെ വിന്യസിച്ച അതിസുരക്ഷാ വിമാന നിരോധിത മേഖലയിലാണ് ഈ വസതി. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ ഫൗണ്ടേഷൻ 2021-ൽ വസതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. കാസിനോ, സ്പാ, മുന്തിരിത്തോട്ടം, ഐസ് സ്കേറ്റിംഗ് റിംഗ്, തിയേറ്റർ, ഹൂക്ക ലോഞ്ച്, ഡാൻസിംഗ് റൂം, അക്വാട്ടിക് ഡിസ്കോ എന്നിവ സമുച്ചയത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2023-ൽ ഒരു ചാപ്പലും കൂട്ടിച്ചേർത്തു. ഈ വസതിയിൽ പുതിൻ അപൂർവമായി എത്താറുള്ളൂവെന്നാണ് റിപ്പോർട്ട്. പകരം മോസ്കോയിൽ നിന്ന് 300 കിലോമീറ്റർ കിഴക്ക് വാൽഡെ തടാകക്കരയിലെ കനത്ത സുരക്ഷയുള്ള വസതിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. റഷ്യയിലെ പ്രധാന തുറമുഖ നഗരമായ നൊവാറോസ്കിസ്കിൽ യുക്രൈൻ നടത്തിയ വൻ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ 2 പ്രധാന ധാന്യ കയറ്റുമതി ടെർമിനലുകൾക്ക് കേടുപാട് സംഭവിച്ചു. കരിങ്കടലിലെ പ്രധാന റഷ്യൻ നാവിക താവളവും ആക്രമണത്തിനിരയായി. ഈ സ്ഥലത്താണ് റഷ്യൻ കരിങ്കടൽ കപ്പൽ പടയുടെ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. 24 പേർക്കാണ് പരിക്കേറ്റത്. 4 റഷ്യൻ യുദ്ധക്കപ്പലുകൾക്ക് കേടുപാടുണ്ടായതായി ഉക്രൈൻ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യയാണെങ്കിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. ഏതായാലും ഈ സ്ഥലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുറമുഖ മേഖലയിലെ പൈപ്പ് ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോടെ ജലവിതരണം തടസ്സപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് റഷ്യയുടെ കൃഷി മന്ത്രാലയം ധാന്യ ചരക്ക് നീക്കം ബാൾട്ടിക്, കാസ്പിയൻ കടൽ തുറമുഖങ്ങളിലേക്കും കരമാർഗങ്ങളിലേക്കും തിരിച്ചുവിടാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഗോതമ്പ് കയറ്റുമതിക്കാരാണ് റഷ്യ. കരിങ്കടൽ, അസോ കടൽ മേഖലകളിൽ യുദ്ധം രൂക്ഷമാകുന്നതും ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതും റഷ്യൻ ധാന്യ കയറ്റുമതിയെയും ആഗോള ഭക്ഷ്യവിപണിയെയും ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്.